വളരെ വ്യത്യസ്തമായിട്ട് ഒല്ലൂര് വീട്ടിൽ നിന്നാവാം നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. നന്മ വീട്ടിൽ നിന്ന് നന്മ നിറഞ്ഞ മറ്റൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. 11 വയസ്സായി. 11 വർഷം മുന്നേ നമ്മുടെ കയ്യിലേക്ക് ഒരു കുഞ്ഞുവാവയായിട്ട് വന്ന ആളിതാ വലുതായി ഇപ്പോൾ ഇത്രയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഒരു അടിപൊളി ബർത്ത്ഡേ. നമ്മളെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പുറത്ത് പോകുന്ന സമയത്തെ കൂടുതലും മൊബൈലിലാണ് നമ്മൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഗിംബൽ മേടിച്ചായിരുന്നു. അപ്പോൾ അതുമ്പോൾ പണി പഠിക്കുന്ന തിരക്കിലായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ അത് ശരിയായോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പൊതുവെ ഒല്ലൂർ കാലത്ത് വന്ന വൈകുന്നേരം പോകും, ഭാഗ്യം വീട്ടിൽ കൊണ്ടുപോകും, അങ്ങനെയായിരുന്നു പതിവ്. ഇപ്പോൾ ഭാഗ്യം 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൂടെ ഇല്ല, ചെറിയൊരു ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയ കാരണം കൊണ്ട് നമ്മൾ തന്നെയാണ് വീട്ടിലുള്ളത്. അപ്പോൾ പിന്നെ 2-3 ദിവസത്തെ നമ്മുടെ വിജയദശമിയുടെ ഇതുപോലെ മുടക്കും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് ഇവിടെ നിന്നാവാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേച്ചി കാലത്ത് തന്നെ എണീറ്റ് ഇതാ തുന്നൽ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടായി കടയിൽ തയ്ക്കും, ചേച്ചി അതിൻ്റെ തുന്നലും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവിടെ വേറൊരു കസിൻ ചേച്ചിയും കൂടെ തയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി ഇപ്പം ഇല്ല, അത് കാരണം കൊണ്ട് ചേച്ചിക്കാണ് മുഴുവൻ പരിപാടികളും. ഏട്ടായി നമ്മളൊക്കെ വീട്ടിലുള്ള കാരണം കൊണ്ടേ തയ്ച്ച ബ്ലൗസും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ കഴുത്തും ഒക്കെ ഇങ്ങനെ തുന്നണമല്ലോ. അപ്പോൾ അത് ഹാൻഡിൽ തന്നെയാണ് അവർ തുന്നുക. അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അത് കാരണം കൊണ്ട് ചേച്ചിയാണ് അതിൻ്റെ കുറേ വർഷങ്ങളായിട്ട് ചേട്ടൻ്റെ സന്തത സഹചാരി. അപ്പോൾ എല്ലാവരും ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തിരിയും, നമ്മൾ ട്രാക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത് അത് ഞങ്ങളിതൊന്നല്ല കാലം എന്നാ പറയാറിയുന്നത്. ഞങ്ങൾ കാലം നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പേര് മാറ്റി പറഞ്ഞിട്ട് കൂടെയുള്ളവർ അത് തപ്പി നടക്കുന്ന ഒരവസ്ഥ? എനിക്കുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, നമ്മളുടെ ചേച്ചിക്ക് അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. അത് എന്ന് പറയുള്ളൂ, ആ സാധനം എന്താണെന്ന് പറയില്ല. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ബ്രെയിനിൽ, പക്ഷെ അത് കിട്ടില്ല. അങ്ങനെ കാലത്ത് എന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഹൈലൈറ്റിൽ പോയിട്ട് കുഞ്ഞൊരു ബർത്ത്ഡേ ആഘോഷത്തിനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വിചാരിച്ചു പുട്ടും കടലൊക്കെ കഴിച്ചിട്ടാവാന്ന് വിചാരിച്ചു. കുറേ നാളായി ഒരുമിച്ചിരുന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ലൈഫ് ഭയങ്കര ബിസി ആയിട്ട് പോകുമ്പോഴേ നമ്മളിങ്ങനെ ഗ്യാതറിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ, ഒരു റിഫ്രഷ്മെൻറ്റിനും അതുപോലെ തന്നെ മനുഷ്യന്മാരെ കാണാനും ഒക്കെ. ഞാൻ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് കുറച്ച് മനുഷ്യവാസം കുറവായ കാരണം കൊണ്ട് ജിമ്മിൽ പോകുമ്പോഴാണ് കൂടുതലും വർത്തമാനം പറയുന്നതൊക്കെ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജിമ്മിക്ക് പോക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ച് ഷൂട്ടിൻ്റെ തിരക്കൊക്കെ ആക്കിയപ്പോൾ പിന്നെ ആൾക്കാർ കാണുന്നത് ഇതുപോലെ ചേച്ചിനെയും കുഞ്ഞിനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ ഒരേ വൈബുള്ള ഒരു കൂടുമ്പോഴേക്കുള്ളൊരു പ്രത്യേക സുഖം ഉണ്ടല്ലോ. അത് 2 ദിവസമായിട്ട് ചേച്ചിയോടെ പോയി നിന്നപ്പോൾ കിട്ടി ഒരു റിഫ്രഷ്മെൻറ്റ്. പിന്നെ ചേച്ചി നിറയെ പച്ചമുളക് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പിന്നാമ്പുറത്താണ് കേട്ടോ പച്ചമുളക് കൃഷിയും ചേച്ചിയുടെ ചെടിത്തോട്ടമൊക്കെ ഉള്ളത്. ആള് വാഴ നടും, ചേമ്പ് നടും. അത് സ്വന്തം പറമ്പിലാവണമെന്നില്ല, തൊട്ടിപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ളത് പാപ്പന്മാരെ പറമ്പ്. ആള് അവിടെയെങ്കിലും വെച്ചോളൂ. ഒരു പാത്രം ഇനിയും കിട്ടൂലേ ചേച്ചി? ഇതിൽ നിറയെ പൊട്ടിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday Chakrakootan. Happy birthday to you. Happy birthday to you. ഇങ്ങനെ ഒരു 11 കൊല്ലം മുന്നേ എന്റെ മോൻ പൂജാതനായി കയ്യിലേക്ക് വന്നു ഞങ്ങളുടെ അമ്മേ. ചുന്ദരക്കുട്ടനാണമ്മ, ചുന്ദരക്കുട്ടൻ. അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണെന്ന് ചേച്ചൂട്ടാ. പല്ലച്ചാ അമ്മേ, അയ്യോ അമ്മ രാത്രിയായി. ഒരു ഞായറാഴ്ച 8 മണിക്ക് ഞങ്ങൾക്ക് സൊസൈറ്റിയിലൊന്നുണ്ടായിരുന്നു. ഞായറാഴ്ച അയ്യോ ഞായറാഴ്ച ഉണ്ടായി. ഞായറാഴ്ച 8-6 ഇന്ന് ഞായറാഴ്ച അതേപോലെ 11 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു ഞായറാഴ്ച വന്നതല്ലോ ജനിച്ച ദിവസവും. നീലാമരിയാണോ കേട്ടത്? ഓ നീലാമരി ഉണ്ട്, മെലസ്ട്രോമ ഉണ്ട്. വരൂ വന്ന് കാണും. റോബസ്റ്റ് വാഴ അടുത്ത നല്ലതൊന്നും എത്തിക്കാം. ഇവിടെ ചേച്ചിയുടെ അവിടേക്ക് ചെടികൾ പെട്ടിവണ്ടിയിൽ കൊണ്ടുവരുന്ന ഒരു പാലക്കാടുള്ള ചേട്ടനാണ് അത്ര. ചേട്ടന്റെ ഭാഷ കേട്ടാൽ തന്നെ അറിയാം നല്ല രീതിയിൽ ആ പാലക്കാടൻ സ്ലാങ് ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ടല്ലേ. ഇത് ബേറാപ്പിള്, ഇതിന് നമ്മൾ ഇളന്തപ്പഴം എന്ന് പറയൂലേ. നമ്മുടെ വല്ലൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 300 രൂപ കൊടുത്ത് പറഞ്ഞാൽ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അത്
ഇത് ബെയറാപ്പിൾ, പിന്നെ നമ്മൾ വേറെ കുറേ സംഭവങ്ങളൊക്കെ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു. നീലാംബരി, മെലസ്ട്രോമ, എല്ലാ കാര്യങ്ങളും നമുക്ക് മണ്ണുത്തിയിൽ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വില കുറവിന് കിട്ടുന്നുണ്ടെങ്കിൽ ചിലവർക്ക് അത് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെപ്പോഴും വണ്ടിയൊക്കെ കൊണ്ടുവേണം പോകണമെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ചേട്ടന്മാരെ നിന്ന് മേടിക്കുന്നത് കുറച്ചും കൂടി എന്താ പറയുക കൺവീനിയൻ്റ് ആണ്. പെട്രോൾ കാശ് കൊടുക്കണ പൈസ ആവുള്ളൂ. പിന്നെ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം മണ്ണുത്തി പോയപ്പോൾ മേടിച്ചതാണ് ഈ ചേമ്പും അതുപോലെ ഇരിക്കുന്ന ഈ ഒരു മുളമുള്ള ഒരു തരം ബോൺസായി പോലത്തെ ട്രീയും. അത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. പല ഡ്രൈവിങ്ങിനൊക്കെ പോയി വന്ന് അപ്പം തന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ്. കുഞ്ഞൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. പിള്ളേരല്ലേ, ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. ഞങ്ങളങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് പോവുകയാണ്. കേസ് പിറന്നാൾ ആഘോഷിക്കുക. ഇതൊരു കയ്യിൽ സംഘം കുടുംബശ്രീ പാടിയിട്ടുണ്ട് ഇല്ല കല്യാണത്തിന്. നമുക്ക് ഇവിടുന്ന് 3-4 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഫുഡ് കോർട്ടിൽ ഇരുന്നിട്ട് ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ആവാമെന്ന് വിചാരിച്ചു. ഇവരെന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യല്ല, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സൈൻ ലബാനിന്ന് അത് വേണം, ചിറ്റത് വേണം, കേക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവരുടെ ഇഷ്ടം പോലെ ആവട്ടെ ഇപ്രാവശ്യത്തെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം എന്ന് വിചാരിച്ച് ഞങ്ങൾ ചാടിയും കുലുങ്ങിയും തിരിഞ്ഞും മറിഞ്ഞും എല്ലാവരും കുത്തി കയറി പോണത് നമ്മുടെ ഹൈലൈറ്റിലേക്കാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഏട്ടായി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ ഓൾറെഡി പണിക്ക് പോയിട്ടുണ്ട്, ഭാഗ്യനില്ല. അപ്പോൾ ഞങ്ങളൊരു പെൺപടയും വിത്ത് ശ്രീകുട്ടൻ ഒരു ആൺതരിയായിട്ട് പോകുന്നത് ഇതാ നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കാണ്. ഇതാവുമ്പോഴേ നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഒന്നാമത്തിൽ ഭാഗ്യമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭാഗ്യനാണ് ഇതൊക്കെ ആഘോഷിക്കാനായിട്ട് നമ്മുടെ വീട് പെയിൻ്റ് അടിക്കലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ചൊറിച്ചിൽ കലശലായപ്പോൾ ആൾ അഡ്മിറ്റ് ആവാൻ പോയത് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഇവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ബർത്ത്ഡേ ആഘോഷം. കേക്ക് മുറിച്ച് മെഴുകുതിരിയൊക്കെ ഊതിയിട്ടുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഓൾഡ് ഫാഷനായെന്നാണ് ഇവർ പറയണത്. പിള്ളേരുടെ ഓരോ പരിഷ്കാരങ്ങളെ അത് മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് മാറില്ല എന്ന് തോന്നിയപ്പോഴാണ് നമ്മൾ ഈ സൈൻ ലബാനിന്ന് എന്തോ ഒരു സംഭവം ഒരു മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ, കുനാഫ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ബർഗറൊക്കെ മേടിച്ചു. ഈ കൊണ്ടുപോകുന്നത് ശ്രീകുട്ടനുള്ള സ്പെഷ്യലാണ്. ശ്രീകുട്ടൻ്റെ ഇത് കാണുമ്പോൾ ശ്രീകുട്ടൻ്റെ എക്സ്പ്രഷൻ നോക്കിക്കോളൂ കേട്ടോ. ഈ ബബിൾ എന്താ പറയുക അതിന്, ബോബോട്ടി, അതാണ്. അതാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബർത്ത്ഡേ അല്ലേ, എന്നാൽ പിന്നെ അതായിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ബാക്കി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ ആഘോഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ടുള്ള ഒരു കുട്ടി ബർത്ത്ഡേ ആഘോഷം. ബർത്ത്ഡേ എല്ലാ പ്രാവശ്യവും വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കണം എന്നാണ് അവർ പറയണത്. എന്നും വീട്ടിലായിട്ടുണ്ടെങ്കിൽ അതിന് വേറെ വൈബ് ഉണ്ടാവില്ല അത്ര. എന്നാൽ പിന്നെ വൈബോട് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനും ഹാപ്പി ബർത്ത്ഡേ Happy birthday to you. Happy birthday dear Srikuttan. Happy birthday. എൻ്റെ അമ്മ റിച്ച് ആയിരുന്നടാ, റിച്ച്. എൻ്റെ അടിപൊളി സംഭവമാണ് കേട്ടോ. ഒരു വട്ടമൊക്കെ കഴിക്കാൻ കൊള്ളാം. നമ്മൾ ഷുഗർ കട്ടുള്ളവരൊന്നും അവസ്ഥയ്ക്ക് തിരിഞ്ഞു നോക്കുക വേണ്ട. അത്യാവശ്യം നല്ല മധുരമുള്ള സംഭവമാണ്. പക്ഷെ വൺസിൻ്റെ ലൈഫിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ള ക്രീം ചീസും അതുപോലെ തന്നെ ചോക്ലേറ്റും കുനാഫോയുടെ മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വെർമിസെലി പോലത്തെ, അതൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു സംഭവം. അത് കഴിച്ചെന്നെ നോക്കണം. ആ ചോക്ലേറ്റിനൊക്കെ നല്ലൊരു ഫ്ലേവർ, ഒരു പാലിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ഡബ്ബ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, അവിടെ പലതരത്തിലുള്ള ഈ ഐറ്റംസ് ബോംബൊക്കെ ഉണ്ട് അവിടെ. ഇത് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വെപ്രാളാണ് കാണിക്കുന്നത്. അപ്പോൾ മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് തിന്ന് കഴിക്കാൻ പറ്റി. 6 ആൾക്ക് ഇന്നഫാണ്. പിന്നെ നമ്മൾ പാനിപ്പൂരി, ചാട്ട് മസാലകളൊക്കെ മേടിച്ചു. നമ്മുടെ ഇവിടെ ഏറ്റവും നല്ല ചാട്ട് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് നമ്മുടെ മധുരയിലത്തെ ചാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചാട്ട് എന്തും അവിടെ നിന്ന് കിട്ടുമ്പോൾ നല്ലൊരു ഒതൻറ്റിക്കായിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ കെട്ടിനി കണ്ട ഭക്ഷണങ്ങളും അതോടൊപ്പം തന്നെ ബർഗറൊക്കെ കഴിച്ച് മടങ്ങി. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ആവാമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ലൈഫ് ഇങ്ങനെ ഭയങ്കര പാച്ചലല്ലേ, ഒരു പരക്കം പാച്ചലല്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുപോലെയുള്ള സമയങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. മമ്മി മോനും കൂടി അടി അവിടെ. പിന്നെ അവിടെ പ്ലേ ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ 5,000 റുപ്പീസോ മറ്റോ എടുത്ത് കാർഡ് എടുക്കണം അത്ര. അതുകൊണ്ട് നമ്മൾ അവസ്ഥയ്ക്ക് തിരിഞ്ഞു നോക്കാനേ പോയില്ല. ഒന്നാമത്തിൽ നമ്മുടെ കയ്യിൽ നേരമില്ല. പിന്നെ നമുക്ക് ലുലുലൊക്കെ കയറി ഇത്തിരി പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൺസ് അമ്മ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവയൊക്കെ പരിപാടികളൊന്നും നടക്കില്ല. അമ്മ മൊത്തം പച്ചക്കറി കട അരിച്ച് പെറുക്കിയിട്ട് എല്ലാത്തിൻ്റെയും വില തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് പറയാമോ നമ്മുടെ കടയിലിനേക്കാൾ വില കുറവാണ്.
പൊട്ടിക്കരുത്. 2000 രൂപ 2000 2000 അല്ല കേട്ടോ, 1999 രൂപ. ഞാൻ ഹൈലൈറ്റ് മാളിൽ പോകുന്നത് ഓഫറുള്ള സംഭവങ്ങൾ മാത്രം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പലചരക്ക് സാധനങ്ങളും മേടിക്കും. പിന്നെ നമ്മുടെ ഷൂട്ടിൻ്റെ ആവശ്യത്തിനുള്ളത് എന്തെങ്കിലും കലുത്ത് പോലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചു. ആ ഒരു പിങ്ക് കളറിലുള്ള നമ്മുടെ ലോണ്ട്രി ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, 300 റുപ്പീസിന് മാത്രമേ മറ്റോ മേടിച്ചതാണ്. പിന്നെ നമ്മുടെ കുഞ്ഞനൊരു ബാഗ് മേടിച്ചു. ഇത് കുഞ്ഞൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ കളർ തന്നെ വേണം ചിറ്റ് ഏത് പറഞ്ഞ ആൾ മേടിച്ചതാണ് കേട്ടോ. അമ്മയ്ക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പൊന്നും അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് പിടിക്കില്ലായിരുന്നു പണ്ട്. പിന്നെ ഞങ്ങൾ ആളങ്ങോട്ട് മാറ്റിയെടുത്തു. ഇപ്പം എല്ലായിടത്തേക്കും മുമ്പ് വലിച്ച് പറിച്ചുകൊണ്ട് പോകും. അച്ഛൻ പിന്നെ ഈ വക പരിപാടിക്ക് ഒന്നും നിൽക്കാറില്ല കേട്ടോ. അച്ഛന് പിന്നെ ഒന്ന് പണിയുണ്ടായിരുന്നു, പക്ഷെ അച്ഛന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അച്ഛനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് ചേച്ചി അമ്മയും കുഞ്ഞനും ഏട്ടായും ഒക്കെ അങ്ങ് ഒല്ലൂർക്ക് പോകും. നമ്മൾ തിരിച്ച് നമ്മുടെ വല്ലൂർക്ക് പോകും. എല്ലാത്തിൻ്റെ ഉള്ളിലൊരു ഊരുണ്ട് അല്ലേ, ഒല്ലൂര്, തല്ലൂര്, വല്ലൂര്, അങ്ങനെ ഓരോ ഊരുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം നമ്മളിത് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതൊരു സൺഡേ ആയിരുന്നു ശ്രീകുട്ടൻ്റെ ബർത്ത്ഡേ. ആ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ശ്രീകുട്ടന് സൺഡേ ബർത്ത്ഡേ കഴിഞ്ഞ് മൺഡേ ശ്രീകുട്ടന് ഇതുണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പൂജവെപ്പിൻ്റെ സമയമാകുമ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കണം. അങ്ങനെ നമ്മൾ കാടും മേടും താണ്ടി നമ്മുടെ വീട്ടിലേക്കുള്ള പ്രയത്നം തുടങ്ങിയിരിക്കുകയാണ് കുട്ടികളെ. അവിടെ ചെന്നതും മഴയായി. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങോട്ട് കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഒറ്റയാൻകാട് കയറിയിരിക്കുകയാണ് ഗ്യാസ്. 2 അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾക്കിനി പഠിക്കാനുണ്ട്. തിങ്കളാഴ്ച സോഷ്യൽ സയൻസ് എക്സാം ഉണ്ട്, പഠിക്കാനുണ്ട്. പിന്നെ വേറെ കുറച്ച് ഷൂട്ടും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ നമുക്ക് നാളത്തെ വ്ളോഗിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.